ഹായ് ഫ്രണ്ട്സ്, ദി ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇന്ന് ട്രെയിലർ റിലീസായി. ഞാനൊന്നും ഇതിനെപ്പറ്റി ഫോളോ അപ്പ് ചെയ്യാതിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇതിനെപ്പറ്റി അങ്ങനെ ഫോളോ അപ്പ് ഒന്നും ചെയ്യാതെ എപ്പോഴാണ് ട്രെയിലർ റിലീസെന്നോ അങ്ങനൊന്നും അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് റിലീസായി എന്നറിഞ്ഞ് ഒന്ന് കാണാനിടയുണ്ട്. ട്രെയിലറിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് കുറേ പേര് അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു വിജയിനെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്താ അപരാധമാണത് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ മീംസൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു പടം വരുമ്പോഴും അങ്ങനെ വരികയൊക്കെ ചെയ്യും. പക്ഷേ വിജയിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി കുറച്ച് കൂടുതലാണ്. കുറച്ച് ഹെയ്റ്റേഴ്സും കൂടുതലാണ്. അതുപോലെ തന്നെ ആരാധിക്കുന്ന ആളുകളായാലും കൂടുതൽ തന്നെയാണ്. എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും ആളുകൾ കാണും. ഈ കുറ്റം പറയുന്നവരായാലും പോയിട്ട് ഫസ്റ്റ് ഡേ തന്നെ പടം പോയി കാണും. എന്നിട്ട് പിന്നെയും വന്നിട്ട് കുറ്റം പറയും. പറയുന്നതിന് വേണ്ടി കാണുന്ന ചിലവരുണ്ട്. അതുപോലെ തന്നെ എന്തൊരു കാര്യം അപ്ഡേറ്റ്സ് ആയാലും ഇറങ്ങുന്ന സമയത്ത് തന്നെ കുറ്റം പറയാൻ വേണ്ടി കുറേ പേര്. അങ്ങനൊരു സംഭവമായിരുന്നു ഈ ഒരു രണ്ട് ക്യാരക്ടറിൽ. ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കവള കൊട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിച്ചതിനെ പറ്റി പറയുന്നത്. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ ഒരു പരിഹാസമൊക്കെ കണ്ട സമയത്ത് വേറൊരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആദവൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ സൂര്യയുടെ ചൈൽഡ്ഹുഡ് കാട്ടിയിട്ടുള്ളത് ഏകദേശം ഈ ഒരു ലെവലിലാണ്. ഒരു ഗ്രാഫിക്സിലാണെങ്കിൽ കൂടി ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ലെവലിലായിരുന്നു അത് പോയിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കിത് എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അതിലെ കാസ്റ്റിംഗ് ആയാലും വൈഡാണ്. പ്രഭുദേവയുണ്ട്, പ്രശാന്ത് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒടുവ് ജയറാമുണ്ട്. തമിഴിലും തെലുങ്കിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാറ്റിലും ഈ 52 സെക്കൻഡിൽ നിൽക്കുന്നത് ഈ ഒരു ഹിന്ദി ട്രെയിലറിൽ 53 സെക്കൻഡ്. അതിൽ ജെയിംസ് ബോണ്ടിൻ്റെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ടൺ 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 അണ്ണം വരുന്നുണ്ട്. ജയറാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്ലാൻ ബി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് വിജയ് പറയുന്നുണ്ട്, പ്ലാൻ ബി അല്ല, സെറ്റ് വരെ ഉണ്ട്. ട്രെയിലർ കണ്ട ആ ഒരു ലെവൽ വെച്ചിട്ട് എനിക്ക് നല്ലൊരു പടം തന്നെയായിരിക്കും, നല്ല എൻ്റർടൈനിങ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.